അതിരാവിലെ തന്നെ ഒരു യാത്രയിലാണ്. എരുമേലിയിലേക്കാണ് യാത്ര. ആദ്യം പോകേണ്ടത് പെട്രോൾ പമ്പിലേക്കാണ്. കാരണം വണ്ടിയിൽ പെട്രോൾ കുറവായതിനാൽ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് വേണം യാത്ര തുടരാനായിട്ട്. രാവിലെ തന്നെ റോഡിൽ വളരെ തിരക്ക് കുറവായിരുന്നു. കാരണം നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഈ കാണുന്ന ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നാണ് നമ്മൾ പെട്രോൾ നിറയ്ക്കുന്നത്. ഇവിടെ നിന്ന് പെട്രോൾ നിറച്ചതിന് ശേഷമാണ് നമ്മുടെ യാത്ര. എരുമേലി എയർപോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങോട്ടേക്കുള്ള യാത്ര തുടരുന്നത്. പെട്രോൾ നിറച്ച് യാത്ര തുടർന്ന് നമ്മൾ എത്തുന്നത് മണിമലയിലാണ്. ഈ കാണുന്നതാണ് മണിമല പോലീസ് സ്റ്റേഷൻ. അതിനുശേഷം നമ്മൾ എത്തുന്നത് മണിമല ടൗണിലാണ്. മണിമല ടൗണിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമുക്ക് എരുമേലി, അതായത് മുക്കടയിലേക്ക് എത്തേണ്ടത്. മുക്കടയിലാണ് നമ്മുടെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഈ ഒരു മണിമല പാലം. ഈ ഒരു പാലം കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര പോകാനായിട്ട്. അപ്പോൾ ഈ പാലം കയറി കഴിയുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിമനോഹരമായ മണിമലയാറിൻ്റെ ദൃശ്യഭംഗി നമുക്ക് ഈ പാലത്ത് നിന്നിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. മണിമലയുടെ ദൃശ്യഭംഗി ആസ്വദിച്ച് നമ്മൾ എത്തുന്നത് പൊന്തമ്പുഴയിലേക്കാണ്. പൊന്തമ്പുഴ വനത്തിനുള്ളിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര. ഈ വനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യരെ ആക്രമിക്കുന്ന യാതൊരുവിധമായ വന്യമൃഗങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഏത് വാഹനത്തിന് വേണമെങ്കിലും ഈ വനത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വനത്തിൻ്റെ ദൃശ്യഭംഗി നമുക്ക് ശരിക്കും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ റോഡരികിൽ ഇറങ്ങി നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാനും കൂടി വളരെയധികം സാധിക്കുന്ന ഒരു വനമാണ് നമ്മുടെ ഈ പൊന്തമ്പുഴ വനം. പൊന്തമ്പുഴ വനത്തിൽ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് പ്ലാച്ചേരിയിലേക്കാണ്. പ്ലാച്ചേരിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പം കാണുന്നത്. പ്ലാച്ചേരിയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് മുക്കടയിലെത്തേണ്ടത്. അപ്പം ഇവിടം തിരിഞ്ഞു കഴിയുമ്പോഴും നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്. പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനാണ് നമുക്ക് ഇടത്ത് സൈഡിൽ കാണുന്നത്. ഇതും വനമാണ്. ഇനി നമ്മൾ വീണ്ടും വനത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. വനത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ എത്തുന്നത് മുക്കടയിലേക്കാണ് നമുക്ക് എത്താൻ പോകുന്നത്. ഭാവിയിൽ എരുമേലി എയർപോർട്ട് വന്നതിന് ശേഷം ഈ വനങ്ങളെല്ലാം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറാൻ വളരെയധികം ചാൻസാണുള്ളത്. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് മുക്കടയിലാണ്. മുക്കട ജംഗ്ഷനിലോട്ടുള്ള യാത്രയാണ്. മുക്കടയുടെ ഒരു ദൃശ്യഭംഗി ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. നിരവധി ഓട്ടോകളുള്ള ഇതൊരു ഗ്രാമപ്രദേശമാണ് മുക്കട. ടൗണോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവിടെ എല്ലാം സാധാരണ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് മുക്കട ജംഗ്ഷൻ. ഇതാണ് മൂന്നുംകൂടി ജംഗ്ഷൻ. അപ്പം ഇതിന് നേരെ മുന്നിൽ കാണുന്നതാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ഈ ഇട സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചെറുവള്ളി എസ്റ്റേറ്റാണ്. ചെറുവള്ളി പശുവാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നിലൂടെ ക്രോസ് ചെയ്ത് പോയത്. അപ്പം നേരെ മുമ്പിലും കാണുന്ന ഈ ചെറുവള്ളി എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിനുള്ളിലാണ് നമ്മുടെ എരുമേലി എയർപോർട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു എൻട്രൻസ് റോഡിലാണ് നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയിരിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ റബ്ബറുകളൊന്നും വെട്ടിമാറ്റിയിട്ടില്ല. എല്ലാം ഇപ്പം ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ബിലിബേസ് ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവർ ഓൾറെഡി ഇപ്പോൾ 2 മാസത്തെ സ്റ്റേ ഈ എയർപോർട്ടിന് പേരിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് വ്യക്തിയും ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉടനെ ഇവിടുത്തെ പരിപാടികളൊന്നും എയർപോർട്ടിൻ്റെ ഭാഗത്ത് വരുന്ന ലാൻഡ് സർവേകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം നടക്കുന്നതായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റേയുടെ കാലാവധി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് നടക്കാനായിട്ട് സാധ്യതയുള്ളതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും എനിക്കറിയാനായിട്ട് സാധിച്ചത്. എന്തൊക്കെയായാലും ഈ കാണുന്ന എസ്റ്റേറ്റിനുള്ളിലാണ് നമ്മുടെ എരുമേലി എയർപോർട്ട് വരുന്നത്. അപ്പോൾ എരുമേലി എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.